പൂജാരിമാരുടെയും സന്യാസിമാരുടെയും ജ്യോതിഷന്മാരുടെയും മറ്റ് കപട ആത്മീയ വ്യാപാരികളുടെയും വാഗ്ദാനങ്ങളിലും വേഷഭൂഷാദികളിലും ആകൃഷ്ടരായി ലൈംഗിക ചൂഷണത്തിനും ധനനഷ്ടത്തിനും മാനഹാനിക്കുമിരയായി ഒട്ടേറെ പേർ ഈശ്വര വിശ്വാസം തന്നെ നഷ്ടപ്പെട്ട് അവസാന ഹിന്ദുമത വിരോധിയായി തീരുകയാണ് ചെയ്യുന്നത്. ഹിന്ദുമതത്തിൽ ഒരു വേദങ്ങളിലും ഉപനിഷത്തുകളിലും ആഗമങ്ങളിലും ഇവർ നടത്തുന്ന ഇത്തരം പൂജകളെക്കുറിച്ച് പരാമർശമില്ല. നമ്മുടെ കുഞ്ഞിന് വിശന്നാൽ മറ്റൊരാൾ ആഹാരം വാരിക്കഴിച്ചാൽ ആ കുഞ്ഞിൻ്റെ വിശപ്പ് മാറുമോ? ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് മറ്റൊരാൾ പൂജ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അത് ചെയ്യാൻ വിധിക്കപ്പെട്ടയാൾ നിങ്ങൾ തന്നെയാണ്. എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കും, ഗായത്രി മഠത്തിൽ എല്ലാ മാസവും നടത്തിവരുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിലും ഭാഗവത പാരായണത്തിലും ദോഷപരിഹാരങ്ങളല്ലേ ചെയ്യുന്നെന്ന്. അതെ, ദോഷപരിഹാരം തന്നെയാണ്. പക്ഷേ അത് ₹1 വാങ്ങാതെ ചെയ്യുന്ന സത്കർമ്മമാണ്. അതോടൊപ്പം തന്നെ ചെയ്യിക്കുന്ന വ്യക്തി സ്വഗൃഹത്തിലാണെങ്കിലും വിദേശ രാഷ്ട്രങ്ങളിലാണെങ്കിലും ആ സമയത്തവർ ചെയ്യേണ്ടതായി ചില കർമ്മങ്ങളുണ്ട്. അത് ചെയ്താൽ മാത്രമേ ഇവിടെ അവർക്ക് വേണ്ടി പരിഹാര കർമ്മങ്ങൾ ചെയ്യുകയുള്ളൂ. ജന്മദോഷത്താലോ കർമ്മദോഷത്താലോ വന്നനുഭവിച്ചിട്ടുള്ള ദോഷങ്ങളിൽ നിന്ന് പരിഹാരം തേടി ഇവിടുത്തെ ഉപാസനാമൂർത്തി അഭയം പ്രാപിക്കുന്ന ഭക്തർക്ക് അവർ ചെയ്യുന്ന അതിവിശിഷ്ടമായ വഴിപാട് കർമ്മങ്ങൾക്ക് ഫലപ്രാപ്തി വഹിക്കുന്നതിന് ഇവിടുത്തെ മൂർത്തിയുടെയും ജാതകൻ്റെയും ഇഷ്ടദേവതയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഇവിടെ കർമ്മങ്ങൾ ചെയ്യുന്നത്. അത് ലാഭേച്ഛ കൂടാതെ ചെയ്യുന്ന ഒരു പുണ്യകർമ്മമാണ്. ഇവിടെ ജ്യോത്സ്യം നോക്കുന്നതിനും ഈ പരിഹാര കർമ്മങ്ങൾക്കുമായി കേവലം ഈടാക്കുന്ന ദക്ഷിണ ₹251 മാത്രമാണ്. ഇന്ന് 60-ൽ പരം ക്ഷേത്രങ്ങളിലെ ജ്യോത്സ്യം ഏൽപ്പിച്ചിരിക്കുന്ന ഗായത്രി മഠത്തെയാണ്. ആ ക്ഷേത്രങ്ങളുടെ പുരോഗമനത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമാണ് മഠം ഈ തുക വിനിയോഗിക്കുന്നത്. 4 തലമുറകളായി ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തി ഇന്നും ഉപജീവന മാർഗമായി ആരും കണ്ടിട്ടില്ല. സ്വന്തമായി ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനിടയിലാണ് ഇത്തരം ദേവകാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്നത്. ചിലവേറിയ ദോഷപരിഹാരങ്ങൾ ആര് നിർദ്ദേശിച്ചാലും മറ്റൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ലളിതമായ ദോഷപരിഹാരങ്ങളല്ലാതെ മറ്റൊന്നും സനാതനധർമ്മം നിർദ്ദേശിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിലെ ഈശ്വരീയ തത്വത്തെ ഉണർത്തിയെടുക്കുമ്പോൾ എല്ലാ ദോഷങ്ങളും ഇല്ലാതെയാകും എന്നാണ് വേദങ്ങൾ പഠിപ്പിക്കുന്നത്. കാരണം ഈശ്വരൻ നിന്നിലാണ് വസിക്കുന്നത്. ആ ക്ഷേത്രമാണ് നിങ്ങൾ. അതിനെ പരിപാവനതയോടെ കാത്തു സൂക്ഷിക്കുക. അതിൽ പരം മറ്റൊന്നും സനാതനധർമ്മം നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല.